HSI നോട്ടിഫിക്കേഷൻ വന്നു. ഇനി എങ്ങനെയാണ് പഠനം പ്ലാൻ ചെയ്തിരിക്കുന്നത്? കൺസിസ്റ്റൻസി, റിവിഷൻ ഇവയൊപ്പം ഉണ്ടാവണം HSIയിൽ ത്രൂ ഔട്ട്. നമുക്ക് ഒരുമിച്ച് പഠിക്കാം CCയോടൊപ്പം. हेलो नमस्ते, कॉम्पिटिटिव क्रैकर में आप सबका स्वागत है. HSST ഹിന്ദി പരീക്ഷയുടെ സമയം ഡേറ്റ് വന്നു കഴിഞ്ഞു. അറിഞ്ഞോ നിങ്ങൾ? ജൂൺ ഓഗസ്റ്റിനിടയിൽ നമുക്ക് എന്തായാലും പരീക്ഷ ഉണ്ടാവും. അപ്പോൾ വളരെ കുറച്ച് സമയങ്ങൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മുടെ കയ്യിൽ എല്ലാ മാസത്തിലെ ഞായറാഴ്ച ശനിയാഴ്ചയൊക്കെ പോയിട്ട് പിന്നെ കിട്ടുന്ന ജോലി കഴിഞ്ഞ് കിട്ടുന്ന സമയങ്ങൾ അല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് നടക്കുന്ന സമയങ്ങൾ നമുക്ക് ഒത്തിരി എന്താ പറയുക സമയം കിട്ടുമ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക. നമുക്ക് ജൂൺ ഓഗസ്റ്റിനുള്ളിൽ എന്തായാലും HSST ഹിന്ദിയുടെ പരീക്ഷ വരും, ഉറപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് നോക്കാം കേട്ടോ. എങ്ങനെയാണ് നമ്മളത് പഠിക്കേണ്ടത് എന്നൊരു കാര്യത്തിലേക്ക് നമുക്കൊരു രൂപരേഖ വേണമല്ലോ, ഒരു എന്താ പറയുക ഒരു ഔട്ട്ലൈൻ നമുക്ക് വേണോ അല്ലേ. ഇന്ന ദിവസം ഇന്നത് ചെയ്യും, ഇന്ന ദിവസം ഇന്നത് ചെയ്യും, അങ്ങനെ ഒരു ടൈം ടേബിൾ നമുക്ക് വേണ്ടേ. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിട്ടൊന്ന് പരിചയപ്പെടാം. ഓക്കെ, HSST ഹിന്ദി 180 ഡേയ്സ്. അപ്പോൾ നമുക്ക് HSST ഹിന്ദിയുടെ 180 ഡേയ്സിലെ ടൈം ടേബിൾ ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. ഡേ 1 ആദികാൽ, ഭക്തികാൽ, സൂഫി കാവ്യം വരുന്നുണ്ട്. അതിനകത്ത് നേച്ചർ, ഒബ്ജക്റ്റീവ്സ്, ടൈപ്പ് എല്ലാ സംഭവങ്ങളും ബേസിക് ആയിട്ടുള്ള എല്ലാ സംഗതികളും അതിനകത്ത് പഠിപ്പിക്കുന്നുണ്ട്. ദെൻ ഡേ 2 ആദികാൽ, ഭക്തികാൽ, അത് വീണ്ടും തുടർന്നുകൊണ്ടിരിക്കും. നമുക്കറിയാലോ ആദികാല ഭക്തികാലം എടുത്തു കഴിഞ്ഞാൽ തീരാത്തത്ര ഇങ്ങനെ സാഗരം പോലെ കിടക്കുകയാണ്. മുങ്ങിത്തപ്പി അതിൻ്റെ ഉള്ളിൽ നിന്ന് കറക്റ്റായിട്ടുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് കിട്ടണ്ടേ അല്ലേ. മുങ്ങിത്തപ്പിയാൽ മാത്രമേ, ആഴത്തിൽ മുങ്ങിത്തപ്പിയാൽ മാത്രമേ മുത്ത് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് അതും വീണ്ടും തുടരുന്നു, ആദികാൽ, ഭക്തികാൽ. അപ്പോൾ 2-3 ദിവസം കൊണ്ട് വരുമ്പോഴേക്കും നമുക്ക് എവിടെ കിട്ടും? ഇത് തന്നെ ആ ആദികാൽ, ഭക്തികാൽ തന്നെ ഒരു 4 പാർട്ടായിട്ട് 4 ദിവസങ്ങളാണ് വന്നിരിക്കുന്നത്. അത് മെത്തേഡ് ഓഫ് ടീച്ചിങ് ഉണ്ട്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ടീച്ചിങ് ഉണ്ട്. അങ്ങനെ എല്ലാം നിങ്ങൾക്ക് എന്താണോ പഠിതാവിന് എന്തൊക്കെയാണോ ആവശ്യം അത് ഇവിടെ നിന്ന് നമ്മൾ തന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ ഓരോ ദിവസങ്ങളും തന്നുകൊണ്ടിരിക്കും. ഡേ 5 വരുന്നു സഗുണ രാമഭക്തി. അറിയാലോ, ഭക്തികാലം അറിയാലോ നമുക്ക്. സഗുണഭക്തി ശാഖ നമുക്കറിയാലോ അല്ലേ. നിർഗുണ ഭക്തി ശാഖ നമുക്കറിയാം അല്ലേ. രാമഭക്തി, കൃഷ്ണഭക്തി എല്ലാം നമുക്കറിയാവുന്നതാണ്. പക്ഷേ അതൊക്കെ നമ്മൾ എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിച്ചത് ഓർത്തിരിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ ഇവിടുന്ന് തരാൻ പോകുന്നത്. ഡേ 6 ഭക്തികാൽ, കൃഷ്ണഭക്തി വരുന്നു. കൃഷ്ണഭക്തി കാവ്യധാര വരുന്നു. ദെൻ ഡേ 7 രീതികാൽ വരുന്നു. രീതികാൽ പാർട്ട് 1 ആണ് വരുന്നത്. ഡേ 8 റിവിഷൻ. ഇങ്ങനെ ഓരോ 8ാമത്തെ ദിവസവും റിവിഷനിലൂടെ ഈ പഠിച്ചത്രയും ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ്, മോക്ക് ടെക്സ്റ്റുകൾ, MCQ ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ എന്താണോ നിങ്ങൾക്ക് ആവശ്യം അത് നമ്മൾ ഇവിടെ നിന്ന് തന്ന് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്താ വേണ്ടത്? നിങ്ങൾ എന്ത് വേണം? അങ്ങനെ വീണ്ടും 9ാമത്തെ ദിവസം വരുമ്പോഴേക്കും വീണ്ടും അങ്ങനെ വന്ന് അടുത്ത 8 ദിവസം കൂടുമ്പോഴേക്കും അടുത്ത എക്സാം നിങ്ങളിലേക്ക് വരും. അങ്ങനെ അത് വന്നുകൊണ്ടിരിക്കും. ഓരോ 8 ദിവസം കൂടുമ്പോഴും നമ്മൾ പഠിച്ചത്രയും ഭാഗത്തു നിന്നുള്ള പരീക്ഷയും കാര്യങ്ങളൊക്കെ നമ്മുടെ നടന്ന് തീരും. അപ്പോൾ അത്രയും നമ്മുടെ ഉള്ളിലായി കഴിഞ്ഞില്ലേ. അതിനെന്താ വേണ്ടത് നമുക്ക്? എക്സാം ജൂൺ ആഗസ്റ്റ് ആണ് അതിൻ്റെ ഡേറ്റ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ജോലിയിലേക്ക് ഇനി മുന്നിലുള്ളത് എന്താണ്? 6 മാസങ്ങൾ. അതുകൊണ്ട് പുതിയ ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം. അതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. പഠിക്കാൻ സമയമില്ല അല്ലേ. നമ്മുടെ റെക്കോർഡഡ് ക്ലാസ്സുകൾ കിട്ടും. റെക്കോർഡ് ചെയ്ത് വെച്ച് നമുക്ക് പിന്നീട് കേൾക്കാം. PDF നോട്ടുകൾ കിട്ടും. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ ഇനി അവസരം ആർക്കും വേണ്ടി കാത്തു നിൽക്കില്ല. HSST ഹിന്ദി നിങ്ങളുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. പരീക്ഷ ടൈം ടേബിൾ നമ്മുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. ജൂൺ ഓഗസ്റ്റ് അതിനുള്ളിൽ പരീക്ഷ ഉറപ്പ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ജോയിൻ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. HSST ഹിന്ദി നമുക്ക് എന്തിലൂടെ നേടിയെടുക്കാം? കോമ്പറ്റീറ്റീവ് ക്രാക്കറിലൂടെ നമുക്ക് നേടിയെടുക്കാം. ഓക്കെ, താങ്ക് യു.